ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇന്ന് സൺഡേ ആയതുകൊണ്ട് ജസ്റ്റ് ഞാൻ റിലേഷൻഷിപ്പേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഗൈഡൻസ് മൺഡേ തൊട്ടിടാം. ഓക്കെ, നാളേക്ക് ഇടാം. ഇന്ന് കുറച്ച് തിരക്കുണ്ടായിരുന്നു എനിക്ക്, അതുകൊണ്ടാണ്. റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് ഞാൻ ഒരു ഡിഫറെൻ്റ് ആയിട്ട്, അതായത് നിങ്ങളുടെ സിറ്റുവേഷൻ നോക്കാം നമുക്ക്. ഓക്കെ, നിങ്ങളുടെ പാസ്റ്റിലെ സിറ്റുവേഷൻ ഇപ്പം എന്താ നടക്കുന്നത് ആൻഡ് ഇതിന് നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക എന്ന്. ഓക്കെ, ജസ്റ്റ് പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ നിങ്ങളുടെ റിലേഷൻ്റെ. ഓക്കെ, അത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടല്ല, കുറച്ച് കാർഡ്സ് യൂസ് ചെയ്ത് ഇത് ഡെക്കും വേറെയാണ്. സോ ജസ്റ്റ് കുറച്ച് കാർഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ക്ലാരിഫിക്കേഷൻ എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് സിറ്റുവേഷൻ ആൻഡ് ഫ്യൂച്ചറാണ് മെയിൻ ഫോക്കസ്. നമുക്ക് പാസ്റ്റിൽ എന്തായിരുന്നു എന്നുള്ളത് കൂടി നോക്കാം. അതായത് ഇത് റീസെൻറ്റ് പാസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഈ കുറച്ച് ദിവസത്തിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടാവാം ആൻഡ് ഇപ്പം എന്താണ് സിറ്റുവേഷൻ ആൻഡ് ഇത് മുന്നോട്ട് എന്താവും. ഇതിനെ നമ്മൾ ഇപ്പോഴത്തെ എനർജി ആയിട്ട് പിടിക്കുക. ഓക്കെ, കറണ്ട് എനർജീസ് ആയിട്ട് പിടിക്കുക. അതായത് ഏറ്റവും റീസെൻ്റ് ആയിട്ട്. ഓക്കെ, ഒരുപാട് പാസ്റ്റിലെ കാര്യങ്ങളല്ല നമ്മൾ പറയുന്നത്. ലൈക്ക് ഇപ്പോൾ ഈ അടുത്ത് നടന്ന സംഭവം, അതായത് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസത്തിൽ എന്ന രീതിക്ക് എടുത്തോളൂ, അല്ലെങ്കിൽ മാക്സിമം കഴിഞ്ഞ ഒരാഴ്ച 2 ആഴ്ച അതിൻ്റെ ഉള്ളിൽ നടന്ന കാര്യങ്ങൾ. ആൻഡ് ഇപ്പം നിങ്ങൾ എവിടെ നിൽക്കുന്നു ആൻഡ് ഇനി മുന്നോട്ട് നെക്സ്റ്റ് ഇപ്പം എന്തായാലും ഒക്ടോബർ വരെയാണ്. സോ നെക്സ്റ്റ് മന്തിലേക്ക് നമുക്ക് എന്തായിരിക്കും എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, ജസ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എനർജി ആൻഡ് പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, പാസ്റ്റിൽ എന്തായിരുന്നു? 4 ഓഫ് പെൻറ്റിക്കിൾസ്. ഓക്കെ, ക്ലാരിഫിക്കേഷൻ പിന്നീട് എടുക്കാം. ആദ്യം മെയിൻ കാർഡ് എടുക്കാം നമുക്ക്. ഓക്കെ, ആൻഡ് ഇവിടെ കറണ്ട് സിറ്റുവേഷൻ നിങ്ങളുടെ ഇപ്പം എന്താ നടക്കുന്നത്? ഓക്കെ, 6 ഓഫ് കപ്സ് ആണ്. ആൻഡ് ഫ്യൂച്ചറിലേക്ക് എന്താ കിട്ടുന്നത്? 9 പെൻറ്റിക്കിൾസ്. വെരി നൈസ്. കിങ് ഓഫ് വാണ്ട്സ്. ഓക്കെ, നമുക്ക് പാസ്റ്റിൽ ഇവിടെ കാണുന്ന എനർജി, ഒരു സെക്കൻഡ്. ഓക്കെ, ഇവിടെ പാസ്റ്റിലെ എനർജി എനിക്ക് കാണുന്നത് 4 ഓഫ് പെൻറ്റിക്കിൾസ്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഓക്കെ, അവർ ഹോൾഡ് ബാക്ക് ചെയ്യുന്നു എന്നാണ് എനിക്ക് കാണുന്നത്. ഇപ്പോൾ കുറച്ചായിട്ട് നടക്കുന്ന ഒരു കാര്യം ഇതാണ് നിങ്ങളുടെ ലൈഫിൽ. ഇപ്പോൾ കുറച്ച് കാലമായിട്ട്, ഈ കഴിഞ്ഞ ഒരു മാസമായിരിക്കാം, കഴിഞ്ഞ ഒരു 1-2 ആഴ്ചകളായിരിക്കാം, അതിൽ വന്ന മാറ്റങ്ങളായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് നിങ്ങളുടെ അടുത്ത് നിന്ന് ഹോൾഡ് ബാക്ക് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, അവർ നിങ്ങളോട് തുറന്ന് എക്സ്പ്രസ് ചെയ്യുന്നില്ല, ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നില്ല, അവർ പലതും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ചിലപ്പോൾ അത് സത്യാവസ്ഥയാണോ എന്നറിയില്ല, ബട്ട് അങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, നിങ്ങൾ കാണുന്നത് അങ്ങനെയാണ്. ആൻഡ് പേഴ്സൺ ചിലപ്പോൾ അവർ ശരിക്കും അവർ ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, കിങ് ഓഫ് സോർഡ്സ് എനർജി ഉണ്ട്. ഓക്കെ, സോ ഇവിടെ ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ ഒരു ഫൈറ്റിൻ്റെ കാര്യം കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരങ്ങൾ വന്നിട്ടുണ്ടാവാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ടാവാം, വാക്ക് തർക്കങ്ങൾ വന്നിട്ടുണ്ടാവാം. ഓക്കെ, പിന്നെ അത് മാത്രമല്ല ഹൈറോഫന്റ് കാണുന്നുണ്ട്. ചിലവർക്ക് നിങ്ങൾ റിലീജിയൻ വ്യത്യാസം അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ തടസ്സമായിട്ടുണ്ടാവാം. ഇവിടെ 8 ഓഫ് സോർഡ്സ് എനർജി ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയോ സൗണ്ടുകൾ, എന്താ അത്? ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, അവരുടെ എനർജിയിൽ അവർ നിങ്ങളുടെ അടുത്ത് ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ചില റീസൺ ഉണ്ട്, അതിന് ചില കാരണങ്ങളുണ്ട്. ഓക്കെ, അതിൽ ചിലവർക്ക് നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾ തമ്മിലുള്ള റിലീജിയൻ വ്യത്യാസം കൊണ്ട്, നിങ്ങൾ തമ്മിൽ വേറെ റിലീജിയനൊക്കെ ആണെങ്കിൽ അവർ ഫാമിലി അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ള തോന്നലുണ്ടായിരിക്കാം. ചിലവർക്ക് ആക്ച്വലി ഓക്കെ, 8 ഓഫ് കപ്സ്. നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നുണ്ട് അവർ. യെസ്, അങ്ങനെ തന്നെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നുണ്ട്. അത് ചിലവർക്ക് ട്രഡീഷൻസ് എന്ന് പറയും നമ്മൾ. അതായത് ട്രഡീഷൻസ് എന്ന് പറയുമ്പോൾ അവർ വളരെയധികം ട്രഡീഷൻസ് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കാം. ഓക്കെ, അവരുടെ മേലെ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. എന്നിട്ട് അവരുടെ ഫാമിലിയിൽ നിന്നൊക്കെ അല്ലെങ്കിൽ മറ്റുള്ളവർ മുമ്പിൽ ഓക്കെ അവർ ശരിക്കും ട്രഡീഷൻ ഫോളോ ചെയ്യണം എന്നൊരു അതിൽ പെട്ട് നിൽക്കുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. അതിലാണ് അവർ സ്റ്റക്ക്. അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ലവ് മാരേജിൻ്റെ കാര്യം എടുക്കുക നിങ്ങൾ. ഓക്കെ, ഫാമിലിയിൽ ആരും അങ്ങനെ ലവ് മാരേജ് അവർ ചെയ്തിട്ടുണ്ടെങ്കിലും ശരി, പക്ഷെ ഇവരുടെ മേലൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. എന്നിട്ട് ശരിക്കും നമ്മുടെ കൾച്ചർ പ്രകാരം അങ്ങനെ ലവ് മാരേജസ് ശരിയല്ല എന്നൊക്കെ പറയുന്ന. അപ്പം അങ്ങനെയാകുമ്പോൾ അവരുടെ മനസ്സിൽ ലൈക്ക് ഞാൻ ആ ട്രഡീഷൻ ശരിക്കും ഞാനത് ഫോളോ ചെയ്യണം, അത് ശരിയല്ല, അങ്ങനെ ലവ് മാരേജ് ചെയ്യുന്നത് ശരിയല്ല എന്ന രീതിക്ക് ചിന്തയുണ്ടാവും അവരുടെ മനസ്സിൽ. ഓക്കെ,
അതുപോലെ ലൈക്ക് അവർ വളരെ പ്രൊട്ടക്റ്റീവായിട്ട് നിൽക്കുന്ന, അതായത് ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു എന്താ പറയുക, അവരുടെ ഒരു ഇമേജ് ഉണ്ട്. ഓക്കെ, ആ ഒരു ഇതിൽ ജെൻസ് ആവണമെന്നില്ല, ലേഡീസ് ആയാലും മറ്റുള്ളവരുടെ മുമ്പിൽ അവരൊരു ഇമേജ് ഉണ്ട്. ഓക്കെ, ആ ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കാം. അതുകൊണ്ടുള്ള ഒരു ബ്ലോക്കേജ് എന്ന് പറയാം. ഓക്കെ, അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് പകന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു ഹോൾഡ് ബാക്ക് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുമായിട്ട് അടുത്ത് കഴിഞ്ഞാൽ ഇതൊക്കെ തെറ്റിപ്പോവും അല്ലേ. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ മാരേജ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾ സിംഗിൾസ് ആണെങ്കിൽ, ഓക്കെ, നിങ്ങൾ റിലീജിയൻ വേറെയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ പോട്ടെ ഈവൻ അതർവൈസ്, അല്ലെങ്കിൽ നിങ്ങൾ ലവ് മാരേജ് എന്ന രീതിക്ക് എടുത്താലും, ഓക്കെ, അത് ചെയ്യാൻ നമ്മൾ പാടില്ല എന്ന് സൊസൈറ്റി പറയുന്നുണ്ട് എന്ന രീതിക്ക് ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവരെ മനസ്സിൽ ഞാനിപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ തെറ്റാവില്ല, അപ്പോൾ നിങ്ങളോട് അടുത്ത് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന രീതിക്ക് മനസ്സിൽ ചിന്ത വരും. ഓക്കെ, അല്ലെങ്കിൽ ഫാമിലി അപ്രൂവ് ചെയ്യില്ല എന്നുള്ള കാര്യങ്ങൾ, ഫാമിലി അപ്രൂവ് ചെയ്യില്ല, ഫാമിലി എതിർക്കും എന്നൊക്കെ അവർക്ക് മനസ്സിലാ ഒരു തോട്ട് ഉണ്ടെങ്കിൽ, ഫാമിലിയുടെ എതിർത്ത് ഞാനൊന്നും ചെയ്യാൻ പാടില്ല എന്ന് വിചാരിച്ചാൽ അതിൽ സ്റ്റക്കാണ് അവർ. അവരുടെ മനസ്സിലെ കുറേ തോട്ട്സിൽ അവർ സ്റ്റക്കാണ്. ഓക്കെ, ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ട്രഡീഷനെ കുറിച്ച് ആലോചിച്ചിട്ട്, ഒന്ന് അവർ ഇമേജിനെ കുറിച്ച് ആലോചിച്ചിട്ട്, പിന്നെ യെസ് ചിലവർക്ക് മാരീഡ് സിറ്റുവേഷനും ആയിരിക്കാം. ഓക്കെ, ചിലവർ മാരീഡ് ആണെങ്കിൽ അതുകൊണ്ടും ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ട്. അവർ അതിൽ മാരേജിൽ, അതായത് അവർ കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലാണ്, അപ്പോൾ അവർക്ക് ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് അടുത്ത് കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ള തോന്നൽ. അപ്പോൾ ഞാൻ 2-3 കാര്യങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞു. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ ഇതൊക്കെ ആയിരിക്കാം. ഇതും അല്ലെങ്കിൽ വേറെയും വരാം, ബട്ട് ഞാൻ എൻ്റെ ഓർമ്മ വന്നത് ഒരുവിധം ഞാൻ കുറച്ച് കാര്യങ്ങൾ കവർ ചെയ്താണ്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നന്നായിട്ട്, ദാറ്റ് പേഴ്സൺ ഹോൾഡ് ബാക്ക് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇപ്പോഴത്തെ എനർജി കാണുന്നത് മിസ്സിങ് എനർജിയാണ്, 6 of Cups എനർജിയാണ്. ഓക്കെ, നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും, നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും, രണ്ടും ഉണ്ട്. ഓക്കെ, നിങ്ങളും മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണിനെ, അവരും മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് രണ്ടുപേരുടെയും കോമൺ എനർജി ആയിട്ട് നമുക്ക് എടുക്കാം. കറണ്ട് എനർജീസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആണ്. സോ ഒരു മിസ്സിങ് എനർജിയാണ് ഇവിടെ കൂടുതലും. വേറെന്താണ് ഇവിടെ പറയാൻ പറ്റുക ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ? 2-3 കാർഡ് വന്നു. Queen of Swords വന്നിട്ട്, വാവ്, എത്ര ക്ലിയർ ആയിട്ടാണ് ആൻസേഴ്സ് വരുന്നത് നോക്കൂ. സി, ഇവിടെ ക്വീൻ ഓഫ് വോൺസ് ഉണ്ട്, ക്വീൻ ഓഫ് സോഡ്സ് ഉണ്ട്, ഇവിടെ കിങ് ഓഫ് സോഡ്സ് ഓൾറെഡി വന്നു. അതാണ് ഞാൻ പറഞ്ഞത്, അവർ മാരീഡ് ആവാനുള്ള ചാൻസസ് വളരെയധികം ചാൻസസ് ആണ്. ലേഡീസ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ എനർജി എക്സ്ചേഞ്ച് ചെയ്യുക. ഓക്കെ, സോ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, മാരേജിൽ സ്റ്റക്കാണ് എന്നുള്ള ഒരു കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് വന്നു കഴിഞ്ഞു. അല്ലെങ്കിൽ ഫാമിലി എതിർക്കുന്നു എന്ന കാര്യം പറയാം. ഓക്കെ, അങ്ങനെയും പറയാം. ഫാമിലി എതിർപ്പുണ്ടാവും, പാരൻസിൻ്റെ എതിർപ്പുണ്ടാവും. അപ്പോൾ അതിനെ മാറ്റി വെച്ച് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അവർക്കൊരു മടി കാരണമാണ് അവർ തടസ്സം നിൽക്കുന്നത്, മീൻസ് അത് ഒന്ന് അകൽച്ച വെച്ച് നിൽക്കുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ഇത് കണ്ടോ, ഇത് നേരത്തെ കിങ് ഓഫ് സോഡ്സ് ആയിരുന്നു, ഇത് കിങ് ഓഫ് കപ്സ് ആണ്. സോ നിങ്ങളോട് എന്താണ് ഫീലിങ്സ്? നിങ്ങളോടുള്ള ഫീലിങ്സ് വളരെ സ്ട്രോങ് ആണ്. നിങ്ങളെ ഫാമിലി ആയിട്ട് വേണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ കൺഫ്യൂഷൻ, 2 of Wands ഉണ്ട്, നമ്മൾ ഏത് ചോയ്സ് വേണം എന്നുള്ളത്. ഓക്കെ, അതായത് ഇങ്ങനെയും പറയാം, ദറ്റ് നിങ്ങളെയും അവരുടെ ഫാമിലിയും തമ്മിലുള്ള ഒരു കൺഫ്യൂഷൻ എന്ന് പറയാം. ഓക്കെ, അഗെയിൻ ട്രഡീഷൻസിൻ്റെ കാര്യം പറയാം, ഫാമിലി എന്ന് പറയാം, ഫാമിലി തടസ്സം എന്ന് പറയാം, മാരേജ് ആണെങ്കിൽ അങ്ങനെ. ഓക്കെ, ആ കാര്യങ്ങളൊക്കെയാണ് അവരെ തടസ്സപ്പെടുത്തുന്നത്. അവർക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. ഓക്കെ, ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, അവരെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്, എവിടെയാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഞാൻ ഇത് ഹാൻഡിൽ ചെയ്യുക എന്ന രീതിക്കൊക്കെ. കാരണം അവർ ലൈഫിൽ മേ ബി അവരെ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഒരു വ്യക്തി ആവണം എന്നില്ല, എന്തും ആവാം. എനിക്ക് ക്വീൻ ഓഫ് സോഡ്സ് എനർജി പാരൻസ് ആവാം, ഹസ്ബൻഡ് വൈഫ് ആവാം, എനിക്ക് വേറെ ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ഇടയിൽ വലുതൊക്കെ പറയുന്നുണ്ടാവും, എന്നിട്ട് ഇത് ചെയ്താൽ ശരിയല്ല എന്നുള്ളത് പറയുന്നുണ്ടാവും. ഓക്കെ, സോ അങ്ങനെയൊക്കെ കേട്ടിട്ട് അവർക്ക് ഫീലിങ്സ് നിങ്ങളോട് ഒരുപാടുണ്ട്. കിങ് ഓഫ് കപ്സ് എനർജിയാണ്. ആൻഡ് മിസ്സിങ് എനർജി ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് ആണെങ്കിൽ, ഓക്കെ, നിങ്ങൾ ചില ലൈക്ക് ഇപ്പോൾ സെപ്പറേഷൻ, നിങ്ങൾ ഡൈവേഴ്സ്, അങ്ങനത്തെ വല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ഹസ്ബൻഡിനോ വൈഫിനോ വേണ്ടിയാണ് റീഡിങ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നും പറയാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഫാമിലിയുടെ വാക്ക് കേട്ടിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ തെറ്റിയത്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവാം നിങ്ങളുടെ ഇടയിൽ, അതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി വന്നിട്ടുണ്ടാവാം, അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലം വന്നത്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെപ്പോൾ മിസ് ചെയ്യുന്നു എന്ന് പറയാം. കുട്ടികളെ മിസ് ചെയ്യുന്നു, നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന രീതിയിലൊക്കെ നമുക്ക് ഫാമിലി ആയിട്ട് മിസ് ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, അതൊരു 1 more സിനാരിയോ. ഓക്കെ, അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞു ഓൾറെഡി, ലൈക്ക് നിങ്ങളെ പേഴ്സൺ മിസ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, അവർക്ക് ഒരുപാട് ഫീലിങ്സ് ഉണ്ട്, ശരിക്കും അത് എക്സ്പ്രസ് ചെയ്യണം എന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട്. ബട്ട് അവർ സൈലൻ്റ് ആണ്. ഓക്കെ, എനിക്ക് കാണുന്നുണ്ട്, സൈലൻ്റ് ആണ്. 4 of Swords ഉണ്ട്, മാറി നിൽക്കുന്നുണ്ട്. സെപ്പറേഷൻ ആയിരിക്കാം ചിലവർക്ക്, നോ കോണ്ടാക്ട് ആയിരിക്കാം. ഓക്കെ, പക്ഷേ
സിറ്റുവേഷൻ ഇതാണ്, എന്നിട്ട് അവർക്ക് ചില കാര്യങ്ങളിൽ അവർ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, ബട്ട് ഇവിടെ നിങ്ങളെ മിസ് ചെയ്യുന്നു. നിങ്ങളെ ഇപ്പോഴത്തെ നമ്മൾ കറണ്ട് എനർജി പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നു. അവർ ഒരു തീരുമാനം എടുക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് സാധിക്കുന്നില്ല. ഓക്കെ, കാരണം അവർ പലതിലും പെട്ട് നിൽക്കുകയാണ്. ആൻഡ് ഇവിടെ നമുക്ക് ഓക്കെ, ആൻഡ് ഫ്യൂച്ചറിൻ്റെ നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു 9 of Pentacles ആണ്. 9 of Pentacles എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവാൻ ശ്രമിക്കുന്നുണ്ടാവാം. എനിക്ക് ഇവിടെ ഇത് വ്യൂവറിൻ്റെ ഭാഗത്തു നിന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഇപ്പോൾ കുറേ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുണ്ടാവും. നിങ്ങൾ പേഴ്സണിനെ ചേസ് ചെയ്യാൻ പോകുന്നുണ്ടാവില്ല. ഓക്കെ, അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ വളരെ നല്ലത്. സോ നിങ്ങൾ അങ്ങനെ ഒരു എനർജിയിൽ നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ആൻഡ് ഇവിടെ കിങ് ഓഫ് വോൺസ് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ മിസ് ചെയ്യുന്നു എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. കിങ് ഓഫ് കപ്സ് എനർജി ഇവിടെ ഉണ്ടായിരുന്നു, കിങ് ഓഫ് വോൺസും ഉണ്ട് ഇവിടെ. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെ റൊമാൻറ്റിക് ആയിട്ട് നിങ്ങളെ ലൈക്ക് അട്രാക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, ആൻഡ് മേ ബി നിങ്ങളിവിടെ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി വളരെ അബൻഡൻ്റ് ആയിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ടാവാം. അതുകൊണ്ടുമായിരിക്കാം ആ ഒരു അട്രാക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് നിങ്ങൾ അവരെ പിന്നാലെ കെഞ്ചി പോകുന്നില്ല. ഓക്കെ, നിങ്ങളുടെ ഒരു ഇത് പറയില്ലേ, നമ്മളൊരു വാല്യൂ നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതവരെ വളരെയധികം അട്രാക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഫ്യൂച്ചറിലെ കാര്യങ്ങളാണ് ഇത് പറയുന്നത്. സോ ഫ്യൂച്ചറിൽ നിങ്ങളോട് അവർക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ് തോന്നും. കാരണം നിങ്ങൾ നിങ്ങളുടെ ഒരു പവറിൽ നിൽക്കുന്നതായിട്ട് അവർ കാണുമ്പോൾ ഐ തിങ്ക് അവർക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ് വരും എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, പറയാം. ഫ്യൂച്ചറിലേക്ക് നമുക്ക് കുറച്ചുകൂടി കാർഡ്സ് എടുക്കാം. സ്റ്റാർ കാർഡാണിത്. ആൻഡ് ക്വീൻ ഓഫ് വോൺസ്. ഓക്കെ, ഡെത്ത് കാർഡ്, ചാരിയറ്റ്. ഐ തിങ്ക് ഇന്നലത്തെ സെയിം എനർജിയാണ് വന്നിരിക്കുന്നത്. സെയിം എനർജി. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഡൈവേഴ്സ് ഞാൻ പറഞ്ഞു ഓൾറെഡി. ഡൈവേഴ്സൊക്കെ നടക്കാൻ അങ്ങനെ വല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ ആണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഞാനിത് എങ്ങോട്ടാണ് പോകണമെന്ന് ഇങ്ങനെ ഒരു ചെറിയ കൺഫ്യൂഷൻ ആയതാണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ വീണ്ടും കാര്യങ്ങൾ ബെറ്റർ ആവും. ഓക്കെ, നിങ്ങളിപ്പോൾ ഹസ്ബൻഡ് വൈഫാണ്, നിങ്ങൾ ഡൈവേഴ്സ് കേസ് വല്ലതും നടക്കുന്നു, നിങ്ങളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ ഫാമിലി പറഞ്ഞിട്ട് നിങ്ങൾ ഡൈവേഴ്സ് ചെയ്യാൻ വരെ തയ്യാറാവുന്നു, ആ രീതിക്കൊക്കെ കേസോ കോർട്ടോ വല്ലതും നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ വീണ്ടും ഒന്നാവും. ഓക്കെ, റീയൂണിയൻ ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അത് നിങ്ങൾക്കുള്ള മെസ്സേജാണ്, സ്പെഷ്യലായിട്ട് മാരീഡ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള മെസ്സേജാണ്. അതായത് നിങ്ങൾ കാണുന്ന റീഡിങ് നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിന് വേണ്ടി നിങ്ങൾ കാണുമ്പോൾ കേട്ടോ. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഡൈവേഴ്സ് വല്ലതും നടക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, പക്ഷെ അത് നടക്കില്ല, ഡൈവേഴ്സ് ആവില്ല. ഓക്കെ, അങ്ങനെ ഒരു ടോട്ടൽ സെപ്പറേഷൻ എനിക്ക് കാണുന്നില്ല. ചെറിയ സെപ്പറേഷൻ ഉണ്ടാവാം. ഓക്കെ, ബട്ട് ടോട്ടലായിട്ട് എൻഡായി പോകുന്നതായിട്ട് കാണുന്നില്ല. ഇവിടെ നിങ്ങൾ തമ്മിൽ റീയൂണിയൻ ആണ്. ലവേഴ്സ് കാർഡാണിത്, റീയൂണിയൻ്റെ കാർഡാണ്. ഓക്കെ, റീയൂണിയൻ, നിങ്ങൾ തമ്മിൽ റിലേഷൻ ബെറ്റർ ആവുന്നു. കാരണം ഇവിടെ കോർട്ട് കേസ്, യെസ്, പ്രശ്നങ്ങൾ ഉണ്ടാവും ഇടയിൽ. ഓക്കെ, പ്രശ്നങ്ങൾ ഉണ്ടാവും, പക്ഷെ അത് നിങ്ങൾ ഫൈറ്റ് ചെയ്ത് സോൾവ് ചെയ്യും. ഓക്കെ, നിങ്ങളുടെ റിലേഷനിൽ ഗ്രോത്ത് ഇല്ല എന്നുള്ളത് ഐ തിങ്ക് മാറി വരും, സിറ്റുവേഷൻ മാറി വരും. നിങ്ങൾ തമ്മിൽ ഒരു ജഡ്ജ്മെന്റ്, നല്ലൊരു ജഡ്ജ്മെന്റ് വരും. ഓക്കെ, ആ റീയൂണിയൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അല്ലാത്തവർക്ക് ഇവിടെ ഇപ്പോൾ സപ്പോസ് ഞാൻ പറഞ്ഞ പോലെ അവർ മാരീഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ സിംഗിൾസ് ആയാലും ശരി, എന്തായാലും ശരി. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഐ തിങ്ക് കുറച്ചൊക്കെ അവനവനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അത് നല്ല കാര്യമാണ്, അങ്ങനെ തന്നെ വേണം, ഇനിയും ചെയ്യൂ. കൂടുതൽ നിങ്ങൾ അവനവനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യൂ. ഓക്കെ, അപ്പം അങ്ങനെ കാണുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മിസ്സിങ് എനർജിയാണ്. അഗൈൻ സോറി കാർഡ് കാണിക്കുന്നില്ല. ഓക്കെ, മിസ്സിങ് എനർജിയാണ്. സ്റ്റാർ കാർഡാണ്. അവർ വിഷ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി, അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആക്ച്വലി 9 of Pentacles നമ്മളൊരു ആഗ്രഹം എന്ന രീതിക്ക് പറയും, വിഷ് എന്ന രീതിക്ക് പറയും. നിങ്ങളുടെ ഒരു ആഗ്രഹം നടക്കുന്ന രീതിയിൽ നമുക്ക് പറയാം. നിങ്ങൾ രണ്ടുപേരുടെയും ഓക്കെ, അവർക്കും നിങ്ങളെ ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, നിങ്ങളെ ലൈഫിൽ വേണം. ആൻഡ് കിങ് ഓഫ് കപ്സ് എനർജിയും കിങ് ഓഫ് വോൺസ് എനർജിയുമാണ്. സോ തീർച്ചയായിട്ടും നിങ്ങളോട് അവർക്ക് സ്നേഹം, അട്രാക്ഷൻ എല്ലാം അവർക്ക് നിങ്ങളോടാണുള്ളത്. ഓക്കെ, അവരിപ്പോൾ തേർഡ് പാർട്ടിയിലാണെങ്കിലും ശരി, ഫാമിലിയുടെ കാര്യത്തിലാണെങ്കിലും ശരി, അവരവിടെ ഒട്ടും സന്തോഷത്തിലല്ല. ഓക്കെ, നല്ലൊരു എനർജിയിലല്ല അവിടെ. ഓക്കെ, ബട്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് എപ്പോഴും വളരെ സ്നേഹത്തോടെയാണ് അവർ ഓർക്കുന്നത്. വളരെ ഫീലിങ്സ് അവർക്കുണ്ട് തീർച്ചയായിട്ടും. ആൻഡ് ഇവിടെ അഗെയിൻ ഇവിടെ 2 കപ്പിൾ ഇവിടെയും വന്നു. സോ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ മാരീഡ് ആണെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ സോൾവ് ആയിട്ട് നിങ്ങൾ ഒന്നാവും. ഓക്കെ, റീയൂണിയൻ ഞാൻ പറഞ്ഞു ഓൾറെഡി. മാരീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, നിങ്ങൾ ഡൈവേഴ്സ് കേസോ അങ്ങനെ വല്ലതും പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾ വീണ്ടും റീയൂണിയൻ ഉണ്ടാവും. ഓക്കെ, അല്ലാത്തവർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് എന്തായാലും അഗെയിൻ റീയൂണിയൻ തന്നെ, നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ പോസിബിൾ ആണ്. നിങ്ങളുടെ അടുത്തേക്ക് വരും അവർ. തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലൊരു മീറ്റിംഗ് പോസിബിൾ ആണ്. കാരണം ഇവിടെ ചാരിയറ്റ് ഡെത്ത് ഒക്കെയാണ്. നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷനിൽ മാറ്റം വരികയാണ്. ഓക്കെ, ചേഞ്ച് വരാണ്, ട്രാൻസ്ഫോർമേഷൻ വരാണ്. അതായത് മോശമായിരുന്ന അവസ്ഥയിൽ ഇപ്പോൾ ഇത്രയും കാലം, അപ്പോൾ അത് മാറുക പറഞ്ഞാൽ എന്തായിരിക്കും, നല്ലതിലേക്ക് വരിക അല്ലേ. സോ നിങ്ങൾ തമ്മിൽ ഒരു നല്ല സിറ്റുവേഷൻ വരും. ഓക്കെ, നിങ്ങൾ തമ്മിൽ ട്രാൻസ്ഫോർമേഷൻ വരും, സിറ്റുവേഷനിൽ മാറ്റം വരും, പേഴ്സണിൽ മാറ്റം വരും. ഓക്കെ, അവനവനിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരും. ഓക്കെ, മാറ്റം കൊണ്ടുവന്നിട്ട് നിങ്ങൾ തമ്മിൽ അഗൈൻ ഇവിടെ ഇത് കുറച്ച് ദിവസമായിട്ട് എനർജി വരുന്നുണ്ട്.
ക്ലെയിം ചെയ്യാം നിങ്ങൾ. ഓക്കെ, നിങ്ങൾ തമ്മിൽ മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് കാണാൻ സാധ്യത എന്ന രീതിയിൽ വളരെയധികം ചാൻസസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് സംസാരം, മെസ്സേജ്, കോൺവെർസേഷൻ, നിങ്ങൾ തമ്മിൽ ഒരു മുന്നോട്ടുള്ള മൂവ്മെന്റ്, നിങ്ങളുടെ കുറച്ച് സ്റ്റക്കായിരുന്ന കാര്യങ്ങളിൽ ഒരു മൂവ്മെന്റ് എന്ന് നമുക്ക് അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നു എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ ഇതും കൂടി നമ്മൾ പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ ഗ്രോത്ത് ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾ കുറേ അങ്ങോട്ട് ചെയ്തു കൊടുത്തു, പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെ എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിനെ ന്യായം ചെയ്യും. ഓക്കെ, ന്യായം ചെയ്ത് നിങ്ങൾ തമ്മിൽ അഗെയിൻ ഒരു റീയൂണിയൻ്റെ പോസിബിലിറ്റി ആണ് ഇവിടെ. സോ ഇത് നമുക്ക് ഈ വരുന്ന കുറച്ച് ദിവസത്തിൻ്റെ കാര്യം പറയാം, എനർജി. ഓക്കെ, അതായത് ഫ്യൂച്ചർ മേ ബി ഇൻ ദ നെക്സ്റ്റ് 1 month പിടിക്കേണ്ട, ഒരു 15 days 1 month, ഓക്കെ, 15 days to 1 monthൻ്റെ ഗ്യാപ്പിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, കറന്റ് സിറ്റുവേഷൻ, പാസ്റ്റ്, എല്ലാം ഫ്യൂച്ചറും ഞാൻ പറഞ്ഞു. ഇതിൽ ഒരു അഡ്വൈസ് നിങ്ങൾക്കുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ഒരു അബൻഡൻസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾ പേഴ്സണിനെ ചേസ് ചെയ്ത് പോവാതിരിക്കുക. അപ്പോൾ മാത്രമേ അവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാവുള്ളൂ. ഓക്കെ, അവർക്കും നിങ്ങളുടെ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങൾ ഇങ്ങനെ പിന്നാലെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് വില ഉണ്ടാവുക, അല്ലേ? സോ അതുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, സീഡ്സ്, സ്പ്രിങ്, ഒരു കാര്യം ചെയ്യട്ടെ, ഞാനൊന്ന് മാറ്റിക്കോട്ടെ. സ്പ്രിങ്, ഡിസ്റ്റൻസ്, റിട്രീറ്റ് ഓർ ടൈം ഔട്ട്, ടോക്സിസിറ്റി, ബൗണ്ട് പാറ്റേൺസ്, യെസ് ഇതാണ് നേരത്തെ പറഞ്ഞത്. സെപ്പറേഷൻ, ഓട്ടം, ഹാർവെസ്റ്റ്, സെയിം തിങ് ആണ്. ഓക്കെ, ആദ്യം നമ്മൾ പറഞ്ഞ പാസ്റ്റിൻ്റെ കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ഉണ്ടാവാം, നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും, അകൽച്ച ഉണ്ടാവും, ഒരു ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അത് പേഴ്സൺ ഒന്ന് മാറി നിൽക്കുന്നതാണ്. അതെന്തുകൊണ്ടാണ്? ചില ടോക്സിറ്റി ഉണ്ട് ഇവിടെ. ഓക്കെ, ഒന്ന് അവരുടെ ജീവിതത്തിലുള്ള അവർ പെട്ട് നിൽക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, അവർ ബൗണ്ട് ആയിട്ട് ഫീൽ ചെയ്യണം. ബൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പെട്ട് നിൽക്കുന്ന ഫീലിംഗ്, അല്ലേ? ആൻഡ് അവരുടെ ബിലീഫ്സ്, ശരിക്കും പറഞ്ഞാൽ ഈ ഇങ്ങനത്തെ ബിലീഫ്, അതായത് ഇപ്പോൾ ലവ് മാരേജ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിപ്പോവും, ഫാമിലി എതിർത്ത് ഞാൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ തെറ്റായി പോവും എന്നുള്ള, സോറി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈശ്വര എൻ്റെ പിന്നാലെ എല്ലാവരും വരുമോ? ഓക്കെ, എപ്പോഴും അല്ല കേട്ടോ. മീൻസ് അവരോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരെയും അപ്രൂവലോടെ നിങ്ങൾ മാരേജ് ഒക്കെ ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ എന്നെ ഇപ്പോൾ വന്ന് പാരൻസ് വന്ന് എന്നെ തല്ലും, ഈശ്വര. ഓക്കെ, എന്തായാലും പക്ഷേ ചില നമ്മുടെയൊക്കെ ബിലീഫ്സ് ഉണ്ട്, എന്നിട്ട് നമ്മൾ അതിനേക്ക് എതിർത്ത് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ വലിയൊരു അപരാധമായി പോവും എന്ന രീതിയിൽ, അങ്ങനത്തെ ആ ബിലീഫ്സ് അവരുടെ, അതിൽ നിന്ന് അവർ മാറി വരും എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഓക്കെ, ഞാനത് കൂടുതലായി എനിക്ക് പോകുന്നില്ല, ശരിയാവില്ല, എനിക്കൊരു പേടി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായാലും നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കാം. ഓക്കെ, നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾ എൻജോയ് ചെയ്യുക. നിങ്ങളോട് പറയാം, നിങ്ങളുടെ അബൻഡൻസിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഗ്രോത്തിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക എപ്പോഴും. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എല്ലാത്തിനും നന്ദി ഫീൽ ചെയ്യുക എന്നാണ് അർത്ഥം. ഓക്കെ, ഇതുവരെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് തന്നിട്ടുണ്ട്. അതിപ്പോൾ ഈ പേഴ്സൺ ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, നിങ്ങൾക്ക് ചില ബ്ലെസ്സിങ്സ് ഉണ്ട്. ആ ബ്ലെസ്സിങ്സിനെ നിങ്ങൾ തിരിച്ചറിയാം, അതിന് നിങ്ങൾ നന്ദി പറഞ്ഞു തുടങ്ങാം. ആൻഡ് ഇവിടെ സീഡ്സ് ആൻഡ് ഓട്ടം ആണ്. സോ ഓട്ടം എന്ന് പറയുമ്പോൾ ആക്ച്വലി വരാറായി, ഒക്ടോബർ ആണ്. യെസ്, ഓട്ടം ഫോൾ സീസൺ, യെസ് കറക്റ്റ് അല്ലേ? യെസ്, സ്പ്രിങ്. നിങ്ങൾ ഈ ഐ തിങ്ക് ഏപ്രിൽ മെയ്ന് ശേഷമായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് വന്നത്. ഏപ്രിലിന് ശേഷം, ഓക്കെ, മാർച്ച് ഏപ്രിലിന് ശേഷം ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ ഒരുപാട് പ്രോബ്ലംസ് വന്നിട്ടുണ്ടാവാം. സ്പ്രിങ് സീസൺ അപ്പോഴാണ് നമ്മൾ പറയാം, മാർച്ച് കഴിയുമ്പോൾ. സോ ആ സമയത്ത് പക്ഷെ നിങ്ങൾ ഇട്ട വിത്തുകൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ആ നിങ്ങൾ ഇട്ട വിത്തുകളുടെ റിസൾട്ട് നിങ്ങൾക്ക് ഇനി കാണാൻ തുടങ്ങും. ഹാർവെസ്റ്റ് ചെയ്യാൻ സമയമാവും എന്നാണ് പറയുന്നത്. ഹാർവെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊയ്ത്തിൻ്റെ സമയമാവും. അതായത് ഇപ്പോൾ ഓട്ടം ടൈം എന്ന് പറയുമ്പോൾ ഇവിടെ എൻ്റെ കണക്കിൽ ഒക്ടോബർ ഐ തിങ്ക് ആ ടൈമാണ് നമ്മൾ ഓട്ടം എന്ന് പറയാം. സോ ഒക്ടോബർ ആയി അല്ലേ? കറക്റ്റായിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ അതാണ്. അപ്പം നിങ്ങൾക്ക് ഇനി നല്ല റിസൾട്ട് കാണാൻ തുടങ്ങും എന്നാണ് പറയുന്നത്. നിങ്ങൾ ഇത്രയും കാലം വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും പേഴ്സൺ ഒരു മാറ്റം വരാൻ. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നല്ലൊരു മൂവ്മെൻറ്റ് വരാൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഓക്കെ, അതിലൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ആൻഡ് ഇത് ഏസ് ഓഫ് ഫയർ ആണ് പറയുന്നത്. ഏസ് ഓഫ് ഫയർ, ഏസ് ഓഫ് വോൺസ് ആണ്. ഏസ് ഓഫ് വോൺസ് വരുമ്പോൾ പുതിയ തുടക്കമാണ്. ഐ തിങ്ക് ഇന്നലത്തെ കാർഡിൽ സെയിം ഉണ്ടായിരുന്നു അല്ലേ? ഏസ് ഓഫ് ഫയർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങളിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം, നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പുതിയ തുടക്കം, പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ന്യൂ ബിഗിനിങ് എന്ന രീതിക്കാണ് കാണുന്നത്. ഓക്കെ, അത് വരും. ഓക്കെ, ഈ അവരുടെ മനസ്സിലെ ചില ബ്ലോക്കേജസ് അവർ സ്വയം ആക്ച്വലി പെട്ട് നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ അവർ പുറത്തു വരും. ഓക്കെ, അവർ ബിലീഫ്സ് ഒക്കെ തെറ്റാണെന്ന് അവർ മനസ്സിലാക്കും. ഓക്കെ, കാരണം
വേണ്ട, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ശരിയാവില്ല. ഓക്കെ, അപ്പം എന്തായാലും അവർ അവരുടെ ബിലീഫ്സ് നിന്ന് പുറത്ത് വരും, മാറ്റങ്ങൾ കൊണ്ടുവരും അവരിൽ. ആൻഡ് ഇവിടെ നിങ്ങളുമായിട്ടൊരു പുതിയ റീയൂണിയൻ ആണ് അവർ ആഗ്രഹിക്കുന്നത്. റീയൂണിയൻ, നിങ്ങൾ തമ്മിലൊരു റീബർത്ത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നമുക്ക് കാണേണ്ടത്. സോ ഗുഡ്. ഇതിൽ നിന്ന് കൂടി എടുത്തേക്കാം. റൊമാൻസ് ഏഞ്ചൽസിനോട് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് തരാം. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് യൂണിവേഴ്സ് എന്താ പറയുന്നത്? നിങ്ങൾ തമ്മിലുള്ള ബന്ധം നല്ലതാണോ? യൂണിവേഴ്സ് നിങ്ങൾക്ക് ഹോപ്പ് തരുന്നുണ്ടോ നോക്കാം. Okay, forgiving and learning. This could be the one. Reconciliation. Worth waiting for. Ne ഒരുപാട് എടുക്കണ്ട അല്ലേ? Oh my god. Trust. True love. നിങ്ങൾ തമ്മിൽ ട്രൂ ലവ് ആയിരിക്കാം ഇത്. ഓക്കെ, നിങ്ങളുടെ വൺ ട്രൂ ലവ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഭയങ്കര ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. സോ ഐ തിങ്ക് കാർഡ്സ് ഒന്നും ഒട്ടും കാണുന്നുണ്ടാവില്ല. എനിവേ, ട്രൂ ലവ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ട്രസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. സിറ്റുവേഷനിൽ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ പേഴ്സണിനെ ട്രസ്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. അവർ വേണം വെച്ച് നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടോ നിങ്ങളിൽ നിന്ന് അകലാൻ വേണ്ടിയിട്ടോ അല്ല ചെയ്യുന്നത്. പക്ഷെ അവരുടെ ചില ചിന്താഗതികൾ, ചില സിറ്റുവേഷൻസ്, സാഹചര്യങ്ങൾ, അതൊക്കെയാണ് നിങ്ങളെ തമ്മിൽ അകറ്റി നിർത്തുന്നത്. ഓക്കെ, അതിൽ നിന്നൊക്കെ അവർ പുറത്ത് വരും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഫോർഗിവിങ് ആൻഡ് ലേണിംഗ്. നിങ്ങൾ അവരെ മാപ്പ് കൊടുത്ത് വിട്ടേക്കാം. ഓക്കെ, മീൻസ് മാപ്പ് അവരോട് നേരിട്ട് പറയാനല്ല പറയുന്നത്, പക്ഷെ നിങ്ങൾ മനസ്സുകൊണ്ട് അവർക്ക് മാപ്പ് കൊടുക്കുക. അവർ ചെയ്യുന്ന തെറ്റുകൾ, നമ്മൾ പറയില്ലേ നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്ന്, അതേതോ ഐ തിങ്ക് ബൈബിൾ വചനത്തിലോ മറ്റുണ്ട്, നിങ്ങളെന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയില്ല അല്ലേ? ശരിയാണ്, അവരെന്താ ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല. ഓക്കെ, അറിവില്ലായ്മ കൊണ്ട് അവർ ചെയ്തു പോകുന്നതാണ്. അവരെ ചില ജനിച്ചപ്പോൾ തൊട്ട് കാണുന്നതും കേൾക്കുന്നതും വെച്ച് അവരുടെ ആ ഒരു കണ്ടീഷനിങ് എന്ന് നമ്മൾ ഐ തിങ്ക് പറയാറുണ്ട് ഇടയ്ക്ക്, ആ കണ്ടീഷനിങ് ആണ് അവരെ ഇങ്ങനെ ആക്കി വെക്കുന്നത്. ഓക്കെ, അതിൽ നിന്ന് അവർ പുറത്ത് വരാൻ, അത് മാറ്റം വരും എന്ന് നമ്മൾ ഓൾറെഡി കണ്ടു. സോ നിങ്ങൾ തൽക്കാലം അവരെ മനസ്സുകൊണ്ട് നിങ്ങൾ മാപ്പ് കൊടുക്കുക. അവരോട് ദേഷ്യങ്ങളൊന്നും വെക്കണ്ട. ഓക്കെ, അവരെ മാപ്പ് കൊടുക്കുക ആൻഡ് ട്രസ്റ്റ് ചെയ്യുക. അവരെന്തെങ്കിലും നിങ്ങളിപ്പോൾ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതിനും നിങ്ങൾ മാപ്പ് കൊടുക്കുക ആൻഡ് അവരെ ട്രസ്റ്റ് ചെയ്യുക നിങ്ങൾ. ഓക്കെ, ആൻഡ് ദിസ് കുഡ് ബി ദ വൺ എന്ന് പറയുന്നുണ്ട്. ഇത് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആവാം. ഓക്കെ, ഞാൻ ചിലവർക്ക് ഇവിടെ വെഡിങ് ഉണ്ട്. സോ ചിലവർക്ക് ഞാൻ പറഞ്ഞു സിംഗിൾസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മാരേജ് പോസിബിലിറ്റി ഉണ്ട്. ഈവൻ ലൈക്ക് വേറെ എന്ത് സിറ്റുവേഷനിലുള്ളവരായാലും ശരി, സാധിക്കുന്നവർക്ക് ഓക്കെ, ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മാരേജ് വരെ എത്തും. ഓക്കെ, അതിൻ്റെ ഇനിയും മറികടക്കാനുണ്ടാവും കുറേ കാര്യങ്ങൾ നിങ്ങൾ. ഓക്കെ, ആൻഡ് ഇവിടെ റീകൺസിലേഷൻ തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, നിങ്ങൾ പേഴ്സൺ അകന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അവർ തിരിച്ച് വരും. ഓക്കെ, റീയൂണിയൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ആക്ച്വലി നവംബർ നമ്മുടെ 11/11 വരുമ്പോൾ ആ സമയമാകുമ്പോഴേക്കും കുറേ യൂണിയൻസ് നടക്കും എന്ന് എപ്പോഴും പറയാറുണ്ട്. ഓക്കെ, സോ അതിൻ്റെ ഒക്കെ ആയിരിക്കാം എനർജീസ് മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഫൈറ്റ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ വന്നോട്ടെ. ഓക്കെ, അത് ആവശ്യമാണ് ചില സമയത്ത്. കാരണം നമ്മൾ ചിലപ്പോൾ ഒന്ന് എന്താ പറയുക, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ചില തർക്കങ്ങളൊക്കെ ആവശ്യമാണ് അവിടെ. ഓക്കെ, സോ അങ്ങനെ എന്ത് വന്നാലും ശരി, നിങ്ങൾ തമ്മിൽ ഉള്ള സിറ്റുവേഷൻ ബെറ്റർ ആവും. നിങ്ങൾ തമ്മിൽ റീയൂണിയൻ ഉണ്ട്. വർത്ത് വെയിറ്റിംഗ് ഫോർ എന്ന് പറയുന്നുണ്ട്. കാത്തിരിക്കുന്നതിൽ തെറ്റില്ല എന്നും പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ കാത്തിരുന്ന് നിങ്ങളെ ലൈഫ് കളയാനല്ല പറയുന്നത്. ആ കാത്തിരിപ്പിൻ്റെ ഒപ്പം നിങ്ങളുടെ ലൈഫും ഡെവലപ്പ് ചെയ്യണം. കാത്തിരിക്കണം. എല്ലാവരും ചോദിക്കുന്നുണ്ട് കാത്തിരിക്കേണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് പറയും. എന്ന് വെച്ചാൽ ഇതെങ്ങനെയാ ചെയ്യാന്ന് പറഞ്ഞാൽ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ യെസ് ഒരു വെയിറ്റിംഗ് എനർജി ഉണ്ട്, ഒന്ന് വന്നിരുന്നെങ്കിൽ എന്നൊരു വെയിറ്റിംഗ് എനർജി ഉണ്ട്, ശരിയാണ്. പക്ഷേ നിങ്ങളുടെ ലൈഫ് സ്റ്റക്ക് ആക്കരുത്, അതാണ് പറയുന്നത്. നിങ്ങൾ അവനവൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളുടെ ലൈഫ് ലൈക്ക് എല്ലാം മാറ്റി വെച്ച് നിങ്ങൾ ഈ പേഴ്സൺ വരാതിരിക്കുമ്പോൾ നിങ്ങൾ ആ ഡിപ്രഷനിൽ, സങ്കടത്തിൽ നിങ്ങൾ കിടന്നു പോകരുത് എന്നാണ് പറയുന്നത്. അതാണ് വെയിറ്റിംഗ്. അങ്ങനത്തെ വെയിറ്റിംഗ് പാടില്ല എന്ന് പറയുന്നത്. മനസ്സിലും ആക്ച്വലി ഒരുപാട് വെയിറ്റിംഗ് എനർജി പാടില്ല, എന്നാലും മനസ്സിൽ നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം ഉണ്ടാവാം. പക്ഷെ നിങ്ങളുടെ ജീവിതം അതിനു വേണ്ടി നിങ്ങൾ സ്റ്റക്കാക്കി വെക്കരുത്. ജോലി ചെയ്യുക, കരിയറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക, മറ്റ് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് മീറ്റ് ചെയ്യുക, പുറത്തു പോവുക, എൻജോയ് ചെയ്യുക. എന്തും നിങ്ങളുടെ ലൈഫ് അവിടെ നിന്ന് പോകരുത്. മുമ്പ് എങ്ങനെയായിരുന്നോ അതുപോലെ പോയിക്കൊണ്ടിരിക്കണം, അതാണ് പറയുന്നത്. ഓക്കെ, സോ ആ വർത്ത് വെയിറ്റിംഗ് ഫോർ ആണ്. നിങ്ങൾ പേഴ്സൺ തിരിച്ച് വരുമെന്ന് നിങ്ങൾക്ക് ആ പ്രതീക്ഷ വെക്കാം. ഓക്കെ, പക്ഷെ വെയിറ്റ് ചെയ്തിരുന്ന് നിങ്ങളുടെ ജീവിതം കളയാനല്ല പറയുന്നത്. അത് മനസ്സിലാക്കുക, വ്യത്യാസം മനസ്സിലാക്കുക. ഓക്കെ, വെഡിങ് ഉണ്ട് ഇവിടെ. അപ്പോൾ കുറേ പേർക്ക്, ചിലവർക്ക് ജസ്റ്റ് ഒരു റീകൺസിലേഷൻ, റീയൂണിയൻ പ്രതീക്ഷിക്കാം, ചിലവർക്ക് വെഡിങ് വരെ പ്രതീക്ഷിക്കാം. ഓക്കെ, സോ വെരി നൈസ്. എന്ന് റീഡിങ് എടുത്ത ക്വസ്റ്റ്യൻ ഐ തിങ്ക് നന്നായി. ഓക്കെ, പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ നമുക്കിപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കുറേയൊക്കെ മനസ്സിലായില്ലേ? ഓക്കെ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. ഓക്കെ, അതാണ് ഇവിടെ നിങ്ങൾക്കുള്ള അഡ്വൈസ്. ഓക്കെ, സോ എല്ലാവർക്കും നമുക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.